അപ്പൊ എങ്ങനെയാ ഇന്ന് നമ്മൾ ജർമ്മനിയിൽ ബൂസ്ഫാർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ ആയിട്ട് അതിന്റെ ജോലി സാധ്യതയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ബസ് ഡ്രൈവർ ആയിട്ട് ഷിയോചേട്ടൻ മാൾട്ടയിൽ നിന്ന് കയറി വന്നല്ലേ? ഓക്കെ, അത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് ജർമ്മനിലോട്ട് എത്തിയത്? അതിന്റെ ലാംഗ്വേജ് റിക്വയർമെന്റ് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഷിയോചേട്ടനോട് ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ അറിയത്തില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സാലറി അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ ബസ് ഡ്രൈവർ ആയിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നത്? അതിനെക്കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷിയോചേട്ടൻ ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ മാൾട്ടയിൽ നിന്നാണ് കയറി വന്നത്. അതിനെന്നെ സഹായിച്ചത് എൻ്റെ കൂട്ടുകാരൻ സൂരജാണ്. അവൻ്റെ ത്രൂ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ ഭാഷയുടെ ഒന്നും ആവശ്യം വന്നില്ല. ഡ്രൈവറുടെ യൂറോപ്യൻ ലൈസൻസ് ഉള്ളവർക്ക് ഭാഷയുടെ ഒരു ആവശ്യം വരുന്നില്ല. യൂറോപ്യൻ കൺട്രിയിലുള്ള ആൾക്കാർക്ക് ജർമ്മനിക്ക് വരുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കയറി വരാൻ സാധിക്കും. ജസ്റ്റ് ഇവിടുത്തെ ഒരു കമ്പനിയുടെ കോൺടാക്ട് കിട്ടിയാൽ മാത്രം മതി. അത് വളരെ ഈസിയായ കാര്യമാണ്. പിന്നെ ശമ്പളത്തിന്റെ കാര്യം, പല കമ്പനിയിലും പല രീതിയിലാണ് ശമ്പളം കൊടുക്കുന്നത്. എൻ്റെ കമ്പനിയിൽ 3100 രൂപ വരെ ശമ്പളമുണ്ട്. പക്ഷെ അത് 3500, 3700, 4000 മുകളിൽ മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് ബസ് ഡ്രൈവർ ആയിട്ട് ജോലി, അല്ലെങ്കിൽ LKW ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെയുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം നോർമലി നമ്മൾ ഡയറക്റ്റ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലുകയാണെങ്കിൽ അതിന് 9000 യൂറോ തൊട്ട് 14000 യൂറോ വരെയാണ് അതിന്റെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അത് മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രൊസീജിയർ പോലെ അത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷിയോചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഷിയോചേട്ടൻ മാൾട്ടയിൽ നിന്ന് എങ്ങനെയാണ് അതിന്റെ ലൈസൻസ് എടുത്ത് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറയാമോ? ഇവിടെ ഭയങ്കര മാൾട്ടയിലെ ലൈസൻസ് എടുക്കാൻ അത്ര പാടെന്ന് ഇവിടുത്തെ അത്ര എക്സ്പെൻസ് ഇല്ല. ഇവിടെ ഒരു മണിക്കൂറിന് 100 യൂറോയാണ് മേടിക്കുന്നത്. പക്ഷെ മാൾട്ടയിലാണെങ്കിൽ അത് 30 യൂറോയിലേക്ക്, 25 യൂറോ തൊട്ട് 30 യൂറോയിലേക്ക്. മാൾട്ടയിൽ നിന്ന് ലൈസൻസ് എടുത്തതിന് മൊത്തം എത്ര രൂപ എക്സ്പെൻസ് ആയി? എത്ര യൂറോ ആയിട്ടുണ്ടോ? ലൈറ്റ് ലൈസൻസിനും ഹെവി ലൈസൻസിനോട് കൂടി എനിക്ക് 2000 യൂറോയ്ക്ക് അടുത്തേ ചിലവായുള്ളൂ. പക്ഷെ ഇത് ഡിപ്പെൻഡ് അപ്പോൺ നമ്മുടെ കഴിവിനാണ്. നമുക്ക് കഴിവുണ്ടെങ്കിൽ ഇതിന് ഓരോ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പൈസക്ക് കിട്ടുള്ളൂ. അറിവിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നത്? എന്റെ അറിവിൽ ഇപ്പം വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ മാൾട്ടയിലാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ആൾക്കാർ. പിന്നെ സ്ലോവാക്യ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്. നാട്ടിൽ നിന്ന് ഇപ്പം മറ്റേ നമുക്ക് ഹെവി ലൈസൻസ് ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ജർമ്മനിയിലോട്ട് എത്തിപ്പെടാം? അല്ലെങ്കിൽ ഒരു ഹെവി ലൈസൻസ് ഹോൾഡേഴ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ ജർമ്മനി ജോലി ചെയ്യാം? അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ജർമ്മനിയിലോട്ട് നാട്ടിൽ നിന്ന് നേരിട്ട് കയറി വരാൻ അത്ര പോസിബിളായ കാര്യമല്ല. പറ്റും. നമുക്ക് B1 എങ്കിലും ലാംഗ്വേജ് മിനിമം വേണം. കാരണം B1 ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലൈസൻസിലേക്ക് നമുക്ക് കൺവേർട്ട് ആയി. ഇവിടുത്തെ ലൈസൻസ് മൊത്തം നമ്മൾ പഠിക്കുമ്പോൾ ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്നതും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകാതെ വരും. നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും നമ്മൾ ലാംഗ്വേജ് പഠിക്കാതെ വന്നാൽ. അതിന് പകരം വേറെ ഇവിടെ പോയിട്ട് വേറെ യൂറോപ്യൻ കൺട്രി പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ പഠിച്ചിട്ട് വരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് കുറേ ഏജൻസിക്കാരുണ്ട് പറയുന്നത് ഇവിടെ വന്നിട്ട് ലാംഗ്വേജ് പഠിക്കാം, പിന്നെ ലൈസൻസ് എടുക്കാന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് സമയത്ത് പഠിക്കാൻ പറ്റിയില്ല, ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷനിൽ പഠിക്കാനും പറ്റിയില്ല, എടുക്കാനും പറ്റിയില്ലെങ്കിൽ നമ്മൾ വന്ന പോലെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും. ചേട്ടാ, നാട്ടിൽ നിന്ന് ഫാമിലിനൊക്കെ പെട്ടെന്ന് കൊണ്ടുവന്നു അല്ലേ? ഈ ബുസ്ഫാറായിട്ട് നമുക്ക് ജോലി ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിനെ പെട്ടെന്ന് കൊണ്ടുവരാം. അതെങ്ങനെയായിരുന്നു അതൊന്ന് പറയാമോ? അതായത് ഞാൻ വന്ന 6 മാസം, നമ്മൾ 6 മാസത്തെ പേ സ്ലിപ്പ് മതി നമുക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി. ഫാമിലിയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ വൈഫ് മിനിമം A1 എങ്കിലും ലാംഗ്വേജ് പഠിച്ചിരിക്കണം. നമുക്ക് 3 മാസത്തെ പേ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് വിസയ്ക്ക് വെക്കാം. വളരെ ലളിതമായ പ്രൊസീജിയറാണ്, ഒരു വിഷമവും ഇല്ല. വളരെ ഈസിയാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാൻ വന്ന് കറക്റ്റ് 6 മാസം കഴിഞ്ഞപ്പം ഫാമിലിയുടെ പേര് വെച്ചു. കറക്റ്റ് 9 മാസം കഴിഞ്ഞത്തേക്കും അവരെ കൊണ്ടുവരാനും പറ്റി എനിക്ക്. അങ്ങനെ യാതൊരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു ഇവിടെ. ജർമ്മനിലോട്ട് ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുകയാണെങ്കിൽ ജർമ്മനിയിലെ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നവരും വരെയും ബൈ.